ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഓണത്തിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഗോൾഡൻ ടിഷ്യൂവിൻ്റെ സ്ട്രൈപ്സ് വരുന്ന സെറ്റ് മുണ്ടാണ് കേട്ടോ. അതിനൊപ്പം നമ്മൾ വെയർ ചെയ്യുന്ന ഡാർക്ക് വയലറ്റ് ഷെയ്ഡിൽ വരുന്ന ഒരു ബ്ലൗസാണ്. പ്രിൻസസ് കട്ടിലാണ് കേട്ടോ ബ്ലൗസ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൽബോ സ്ലീവാണ്. അതുപോലെ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് മേലെ. ബാക്കിൽ ടൈയും പിന്നെ അതുപോലെ തന്നെ ബാക്ക് ഓപ്പണും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് വെയർ ചെയ്തിട്ടൊന്ന് വരാം. അതിനുശേഷം നമുക്ക് ബാക്കി മേക്കപ്പ് ലുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഒന്ന് വെയർ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ സെറ്റ് മുണ്ടെല്ലാം നല്ല രീതിയിൽ തന്നെ ഞാൻ നീറ്റായിട്ട് വെയർ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ വെയർ ചെയ്തിട്ടുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതെനിക്ക് ഇങ്ങനെ കാണിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. ലോങ് ഷോട്ട് എടുക്കുമ്പോൾ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ ഫേസ് മേക്കപ്പിലോട്ട് കിടക്കുകയാണ്. ഫേസ് മേക്കപ്പിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ടോണറെല്ലാം നേരത്തെ യൂസ് ആക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്, മാറ്റിയിട്ടില്ല. ആ ടോണർ തന്നെയാണ് യൂസ് ആക്കുന്നത് കേട്ടോ, കുക്കുംബറിൻ്റെ. അതുപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് മോയ്സ്ചറൈസറാണ്. അത് നേരത്തെ യൂസ് ആക്കുന്ന പ്രൊഡക്റ്റുകൾ തന്നെയാണ്, ഒന്നിൽ മാറ്റമില്ല. പിന്നെ നമ്മൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പുറത്തേക്ക് ഒന്നും പോകുന്നില്ല, സ്റ്റുഡിയോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ സൺസ്ക്രീൻ സ്കിപ്പാക്കുന്നില്ല. ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. സൺസ്ക്രീൻ യൂസ് ആക്കുന്നുണ്ട്, അത് നമ്മൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ BB ക്രീമാണ് യൂസ് ആക്കുന്നത്. BB ക്രീമിൻ്റെ ഒപ്പം ഞാൻ വേറെ ഒന്നും ആക്കുന്നില്ല, അത് മാത്രമാണ് ഞാൻ യൂസ് ആക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് നോർമൽ പൗഡർ വെച്ചിട്ട് നമ്മൾ ലൂസ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നേ ഉള്ളൂ. BB ക്രീം നല്ല രീതിയിൽ തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. NYBയുടെ ക്രീമാണ് ഞാൻ യൂസ് ആക്കുന്നത്. അതിനുശേഷം നമ്മൾ കൺസീലർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ആ ഒരു ഡാർക്ക് ഷെയ്ഡുള്ള ഭാഗങ്ങളിൽ കൺസീലർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഡാർക്ക് ഷെയ്ഡുള്ള ഭാഗങ്ങളിൽ മാത്രമാണ് കേട്ടോ നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരെ കണ്ണിന് മേലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ ഐബ്രോസ് സെറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. അത് നമ്മൾ ആ കോമ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം, അതായത് ആ ഒരു ബ്രഷ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചെയ്യുന്നില്ല, ഡാർക്ക് ആക്കുന്നില്ല, ചെറിയ രീതിയിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഐ ഷാഡോ നമ്മൾ യൂസ് ആക്കുന്നുണ്ട്. ഐ ഷാഡോ നമ്മൾ ലൈറ്റ് ഷെയ്ഡ്, അതായത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് യൂസ് ആക്കിയതിന് ശേഷം കോർണറിലായിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് ബ്രൗൺ ഷെയ്ഡും കൂടെ നമ്മൾ യൂസ് ആക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേലെ ഐലൈനർ യൂസ് ആക്കിയിട്ട് കണ്ണ് നന്നായിട്ടൊന്ന് വരച്ചു കൊടുത്ത്, അതുപോലെ തന്നെ താഴെ വാട്ടർ ലൈനിൻ്റെ അണ്ടറിലായിട്ട് നമ്മൾ ഐലൈനർ യൂസ് ആക്കി. അത് കഴിഞ്ഞിട്ട് ഉള്ളിലായിട്ട് ഹിമാലയയുടെ കാജൽ സ്റ്റിക്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അന്ന് ഒന്നും കൂടി ഒന്ന് ഡാർക്കായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണ് നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ട്രഡീഷണൽ വെയറൊക്കെ യൂസ് ആക്കുന്ന സമയത്ത് കണ്ണൊക്കെ കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു ലുക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് എല്ലാത്തിനും ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ട് യൂസ് ആക്കുകയാണ് ചെയ്യുന്നത്. പൊട്ടിന് വേണ്ടിയിട്ട് ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലുള്ള പൊട്ടാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് ഇട്ടപ്പോൾ ആദ്യം എനിക്കത് വലിപ്പം കൂടുതലായിട്ട് തോന്നി. അതിനുശേഷം പിന്നെ ഞാൻ അതേ ഷെയ്ഡുള്ള കുറച്ചും കൂടെ സൈസ് ചെറുതായിട്ടുള്ള പൊട്ടാണ് കേട്ടോ ഞാൻ പിന്നെ വെച്ച് കൊടുത്ത്. അപ്പോൾ എനിക്കത് ഓക്കെ ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നമ്മൾ ഹെയറിലോട്ട് കടന്നിട്ടുണ്ട്. ഹെയർ രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ചെറിയൊരു പാർട്ടീഷൻ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലോട്ട് ജസ്റ്റ് ഒന്ന് പഫ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിലോട്ട് നമ്മൾ സ്ലൈഡ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു വലിയൊരു ബണ്ണ്, എൻ്റെ അടുത്ത് മറ്റേ വലിയ ബണ്ണ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ നോർമലി കുറച്ചൊരു വലിയ ബണ്ണ് എടുത്തിട്ട് നമ്മൾ ബൺ ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. അങ്ങനെ വലിയ ഹെവിയൊന്നും ആയിട്ടല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആ ഒരു ബണ്ണ് വെച്ചിട്ട് നമുക്ക് ബൺ ഹെയർ സ്റ്റൈൽ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുള്ള ആ ഒരു ലുക്കാണ് കാണുന്നത് കേട്ടോ. അപ്പം തന്നെ നമുക്ക് ആ ഒരു ബൺ ഹെയർ സ്റ്റൈലിന് നല്ലൊരു ഭംഗി കിട്ടും ഫ്ലവർ വെച്ച് കൊടുക്കുമ്പോൾ. അതിനുശേഷം നമ്മൾ ലിപ്സ്റ്റിക്കും കൂടെ ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക്ക് റെഡ് ഷെയ്ഡാണ് ഞാൻ യൂസ് ആക്കിയിട്ടുള്ളത്. അതിന് ശേഷം ഒരു ചെയിൻ ഞാൻ വെച്ച്, നേരത്തെ എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ചെയിനാണ്, ആ ഒരു ചെയിൻ വെച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് പെയർ ചെയ്ത് നോക്കി. പക്ഷേ എനിക്കതൊന്ന് അത്രയ്ക്ക് അങ്ങോട്ട് മാച്ചാവൊന്നും തോന്നിയില്ല. അങ്ങനെയാണ് കേട്ടോ നമുക്ക് ഈ ഒരു 3 പാലക്കയുടെ ഇത് വരുന്ന, അതായത് 2 ലോക്കറ്റും അതുപോലെ തന്നെ 2 പാലക്കയും കൂടെ വരുന്ന ആ ഒരു ചെയിൻ, സിമ്പിളായിട്ടുള്ള ചെയിനാണ്. അപ്പോൾ അതിട്ട്
നോക്കിയപ്പോൾ അതെനിക്ക് ഓക്കെ ആണെന്ന് തോന്നി. അതുപോലെ തന്നെ 2 ടൈപ്പ് ഓഫ് കമ്മലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് കുറച്ചും കൂടെ മാച്ചിങ് ആയിട്ട് തോന്നിയത്, അതായത് കറക്റ്റ് മാച്ചിങ് അല്ല, പക്ഷേ ഒരു ബ്ലൂ ഷെയ്ഡാണ്. അതുപോലെ തന്നെ നമ്മൾ ബാംഗിൾസും ബ്ലൂ ഷെയ്ഡാണ്, എന്നാൽ കറക്റ്റായിട്ടൊരു പർപ്പിൾ ഷെയ്ഡല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ജുംക്കിയാണ് യൂസാക്കിയത്. അതുപോലെ തന്നെ ബാംഗിൾസും ഇട്ടു. അപ്പോൾ നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആ ഒരു ലുക്കിൽ കാണാനായിട്ട്. അപ്പോൾ അതാ ഇത്രയൊക്കെയാണ് നമ്മളുടെ ലുക്ക് എന്ന് പറയുന്നത്. ഓണത്തിൻ്റെ നമ്മളുടെ ലുക്കാണ് കേട്ടോ ഇത്. ഫസ്റ്റ് മേക്കപ്പ് ലുക്കാണ്. അങ്ങനെ ഒരുപാട് മേക്കപ്പ് ലുക്കൊന്നും ഞാൻ ഇത്തവണ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മേക്കപ്പ് ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എന്തായാലും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബായ്.